ഇനി ഗസയിലേക്ക് വരുമ്പോൾ ഹമാസുമായുള്ള കരാറിലൂടെ ബന്ദികളുടെ മോചനം എന്നുള്ള ആവശ്യം തള്ളിയിരിക്കുകയാണ് നെതന്യാഹു. ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാൻ ഉറച്ച് ബന്ദികളുടെ ബന്ധുക്കൾ. ദ്വിരാഷ്ട്ര പരിഹാരം തള്ളിയ ഇസ്രായേൽ നടപടിയെ യൂറോപ്യൻ യൂണിയൻ വിമർശിച്ചു. ഇറാഖിലെയും സിറിയയിലെയും US സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയതായി ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് വിഭാഗം അവകാശപ്പെട്ടു. ഗസയിൽ മരണസംഖ്യ 1,00,000 കടന്നിട്ടും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. മുഹമ്മദ് ഷാമോനുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ഷാമോൻ, അതായത് നേരത്തെ തന്നെ അമേരിക്ക ഒരു ദ്വിരാഷ്ട്ര രാഷ്ട്രമാണ് പരിഹാരം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും അതൊക്കെ തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാവുന്നു. അതായത് ഈ ഹമാസുമായുള്ള കരാർ പ്രകാരം ബന്ദികളുടെ മോചനം സാധ്യമാകില്ല. അതായത് വളരെ പെട്ടെന്നൊന്നും അത്തരം ചർച്ചകൾ കൂടി പ്രതീക്ഷിക്കേണ്ട എന്നുള്ളൊരു സൂചനകൾ കൂടി അദ്ദേഹം നൽകുന്നു. അതിനൊപ്പം തന്നെ ഈ പശ്ചിമേഷ്യയാകെ യുദ്ധം വ്യാപിക്കുന്നതിന്റെ ഒരു ഭീതി കൂടി ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. വലിയ ആക്രമണം ഗസയിൽ തുടരുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഷാമോൻ? ജിൽസി, അമേരിക്കയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ എല്ലാ പ്രതിഷേധങ്ങളെ അവരുടെ എല്ലാ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് പ്രകോപനമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഈ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ടെന്റ് കെട്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് സൈനിക നടപടി ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന ഒരു കാര്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസുമായി ഉടനെ ഒരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിഹാരമാണ് ഈ ബന്ദികളുടെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു പരിഹാരത്തെ നെതന്യാഹു ഇതുവരെ അംഗീകരിക്കുന്നില്ല. ഹമാസുമായി യാതൊരു തരത്തിലുള്ള കരാറിലുമില്ല, സൈനിക നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു സമീപനമാണ് നെതന്യാഹു മുന്നോട്ട് വെക്കുന്നത്. ഗസയിൽ ഇതിനോടൊപ്പം തന്നെ ഈ പ്രസ്താവനകൾക്കൊപ്പം തന്നെ ഗസയിൽ സൈനിക ആക്രമണം നെതന്യാഹു കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖാൻ യൂനിസിൽ അൽ നാസർ ആശുപത്രിക്ക് പരിസരത്ത് അടക്കം ആശുപത്രി പരിസരങ്ങൾക്കടക്കം ഈ ജോർദാൻ ഫീൽഡ് ആശുപത്രി എന്നിവിടങ്ങളുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം ആക്രമണം അതിശക്തമായി തുടരുകയാണ്. അൽ നാസർ ആശുപത്രിയുടെ സമീപം ഒരു പാർപ്പിട സമുച്ചയത്തിൽ ബോംബാക്രമണം നടത്തി 10 പേർ ഇന്നലെ രാത്രി ഉണ്ടായ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പരിക്കേറ്റവരുമായിട്ട് ആംബുലൻസ് ഇങ്ങോട്ട് വരുന്നതായി പലസ്തീനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ ജനുവരി മാസം ഇതുവരെ 3000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടും പലസ്തീൻ അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. ജിൽസി, ഇത് മറ്റൊരു കാര്യം, ഈ യുദ്ധം തുടങ്ങി ഇതുവരെയുള്ള ദിവസങ്ങൾക്ക് ആദ്യമായി ഹമാസ് ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഈ ഇസ്രായേൽ ആക്രമണം ആകസ്മികമായി സംഭവിച്ചതല്ലെന്നും ഇതൊരു ആവശ്യമായ നടപടി എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഹമാസ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഒക്ടോബർ 7 തുടങ്ങുന്ന ഒരു യുദ്ധമല്ല, നൂറ്റാണ്ടുകളായിട്ട് പലസ്തീൻ ജനത അനുഭവിക്കുന്ന അധിനിവേശത്തിനെതിരെയുള്ളൊരു യുദ്ധമാണെന്ന തരത്തിൽ ഈ റിപ്പോർട്ട് പറയുന്നു. അതിനൊപ്പം അതിൽ ഹമാസ് അടിവരയിട്ട് പറയുന്ന മറ്റൊരു കാര്യം, ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഞങ്ങൾ ആക്രമണം നടത്തിയത്, എന്നാൽ ചില സിവിലിയൻസിനെ അതിനെ ബാധിച്ചിട്ടുണ്ട്. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം സംഭവിക്കുന്നതല്ല, ഇസ്രായേൽ സൈനികമായുള്ള ഏറ്റുമുട്ടലുകളിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതായത് തടവുകാരോട് മോശമായി പെരുമാറുക എന്നുള്ളത് ഹമാസിൻ്റെ നടപടിയല്ല എന്ന തരത്തിലൊക്കെ ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. ജിൽസി, ഇതേസമയം തന്നെ അമേരിക്കയിൽ നിന്ന് ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് പറയാം. അമേരിക്കയുടെ 2 നേവി സീലുകൾ കൊല്ലപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ മരണപ്പെട്ടതായിട്ട് അമേരിക്ക ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ഹൂതി സേനയ്ക്ക് ബോട്ടിൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ബോട്ട് ഇവർ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയ്ക്കിടെ കാണാതായ 2 നേവി സീലുകൾ ഇപ്പോൾ മരണപ്പെട്ടതായിട്ടാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. ഇതോടൊപ്പം തന്നെ ജനീനടക്കമുള്ള ഇസ്രായേൽ സൈനിക ചെക്ക് പോസ്റ്റിൽ വെടിവെപ്പുണ്ടായതായിട്ടും ഇസ്രായേലി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിലെ തന്നെ ഒരു സൈനിക വക്താവ് പറയുന്നുണ്ട്, ഹിസ്ബുള്ളയുമായിട്ടുള്ള പോരാട്ടം ഒരു തരത്തിലും ഗുണം ചെയ്യില്ല, അല്ലെങ്കിൽ വളരെ പ്രയാസകരമായിരിക്കുന്നു. കാരണം ഇന്നലെ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന് സമീപത്തുകൂടി ഇസ്രായേൽ വ്യോമ വിമാനങ്ങൾ പറന്നതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലെബനൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ജിൽസി, ശരി, മുഹമ്മദ് ഷാമോനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗസയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് നൽകിയത്. എന്തായാലും ഈ ഹമാസുമായുള്ള ഒരു ബന്ദിമോചന ചർച്ചയിലൂടെ ബന്ദികളെ മോചിപ്പിക്കുക സാധ്യമല്ല എന്ന് ഇസ്രായേൽ പറയുമ്പോൾ കൂടുതൽ ചർച്ചകൾക്കുള്ള വഴി അടയുകയാണ് ചെയ്യുന്നത്. ഒപ്പം ഒരു ദ്വിരാഷ്ട്ര രാജ്യമാണ് പരിഹാരം, ദ്വിരാഷ്ട്ര ഫോർമുലയാണ് ഇതിന് പരിഹാരം എന്നുള്ള അമേരിക്കയുടെ ഒരു നിർദ്ദേശത്തെ ഇസ്രായേൽ തള്ളിയിരുന്നു. എന്തായാലും അതിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ നെതന്യാഹുവിനെതിരെ യൂറോപ്യൻ യൂണിയൻ കൂടി ഉയർത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല മേഖലയിലൊന്നാകെ മരണസംഖ്യ ഏതാണ്ട് 1,00,000 പിന്നിട്ടു. എന്നിട്ടും മേഖലയിൽ ഒന്നാകെ വലിയ ആക്രമണങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.